Hello friends, welcome back to Flying Frickies. It's me Reshma. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസ് റുട്ടീൻ ഫേസ് പാക്കിനെ കുറിച്ചിട്ടാണ്. നമ്മള് ഹെയർ കെയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫേസും നമ്മളെല്ലാവരും കെയർ ചെയ്യാറുണ്ട്. സ്കിൻസ് കെയർ ചെയ്യാറുണ്ട്. സോ ഞാൻ യൂസ് ചെയ്യാറുള്ള പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഓൾറെഡി ഞാൻ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തത് ഞാൻ ഇതിനു മുമ്പിട്ട് ഒരു വീഡിയോയിൽ ഫ്ലിപ്കാർട്ടിന്റെ പർച്ചേസ് ചെയ്തത് ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇപ്പോഴാണ് ഞാൻ ഇറക്കുന്നത്. യൂസ് ഒക്കെ ചെയ്തതിന് ശേഷം പുതിയത് പിന്നെ മേടിച്ചിട്ടാണ് ഞാൻ അതിന്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ പറയാൻ. സോ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഫേസിൽ ഇടാനുള്ള മഞ്ഞളുടെ ഇതാണ് കാണിക്കുന്നത്. അതായത് ക്രീം കളറാണ് ഇതിന് വന്നിട്ട്. ഇതാണ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യേണ്ടത്. സോ അല്ലാതെ നമ്മൾ കറന്റ്ലി യൂസ് ചെയ്യുന്ന മഞ്ഞ കളർ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ നമ്മുടെ മാർക്കറ്റ്സിലായാലും നമ്മൾ യൂസ് ചെയ്യുന്നതായാലും അതും കാണിച്ചു തരാം. പ്ലസ് ഇതിന്റെ കളർ ഞാൻ ഡിഫറൻസ് ആദ്യം കാണിച്ചു തരാം. സോ എന്നോട് ഇത് ഞാൻ മേടിച്ച സമയത്ത് ഫസ്റ്റ് വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കളറും ഇതിന്റെ ഡിഫറൻസും തമ്മിൽ പറയുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാന്ന് കരുതിയത്. ഞാനും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എപ്പോഴും യെല്ലോ കളർ, അതായത് നമ്മുടെ യെല്ലോ കളർ കസ്തൂരി മഞ്ഞളായിരുന്നു ഞാൻ ഫേസിൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഇടുമ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകാറുണ്ട്. അതായത് നമ്മള് ഇപ്പൊ കേർഡിൽ മിക്സ് ചെയ്തിട്ടായാലും റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടായാലും നമുക്ക് ആ ഒരു ബേണിംഗ് സെൻസേഷൻ വരാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ക്രീം കളറിന്റെ യൂസ് ചെയ്യത്തില്ലേ, അതിൽ നമുക്ക് ബേണിംഗ് സെൻസേഷൻ വരാറില്ല. ആക്ച്വലി നല്ല കൂളിംഗ് ആണ് ആക്ച്വലി വരുന്നത്. സോ ഞാൻ ഇത്തവണ ഞാൻ ആക്ച്വലി മഞ്ഞൾ പൊടിച്ചോണ്ടായിരുന്നിരുന്നത്. ഞാൻ കടയിൽ നിന്ന് ആയുർവേദിക് കടയിൽ നിന്ന് മേടിച്ചിട്ട് മമ്മി എനിക്ക് പൊടിച്ചു തരാറായിരുന്നു പതിവ്. ഞാനിപ്പം ഷൂട്ടിംഗ് ഒക്കെ ചെയ്യണമെന്ന് ഞാൻ എളുപ്പം വഴിക്ക് ധാത്രിയുടേത് മേടിച്ചതാണ്. ഞാൻ ധാത്രി ആക്ച്വലി യൂസ് ചെയ്തിട്ടില്ല, അത് ഞാൻ ഉള്ള പറയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത് ഇത്. സോ നമുക്കിത് നോക്കാം. ഇത് നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന സെയിം സ്മെല്ല് തന്നെയാണ്. ഇവരും നാച്ചുറൽ ഇതാണെന്ന് അറിയാം. സോ അവര് വേറെ ഒന്നും ചേർക്കാറില്ല. സോ നമ്മൾ കറക്റ്റ് വീട്ടിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ് കോമ്പിനേഷൻ. എന്റെ വിശ്വാസം എല്ലാവർക്കും ഇതിന്റെ കളർ കാണാൻ പറ്റുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഞാനിത് ഒരു വൈറ്റ് ടിഷ്യൂവിൽ എടുത്തത്. ആക്ച്വലി ഞാൻ പ്ലേറ്റിലല്ല വെച്ചിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്താണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. സോ ഇത് വന്നിട്ടാണ് നമ്മുടെ മോൺബെയറിന്റെ ക്രീമിഷ് കളർ ടർമറിക്. ഇത് നമ്മുടെ യെല്ലോ കളർ കസ്തൂരി മഞ്ഞൾ. ഇത് മഞ്ഞൾ തന്നെയാണ്, ഇത് മഞ്ഞളാണ്. ബട്ട് ഇതാണ് ആക്ച്വലി നമ്മൾ ഫേസിൽ യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ അല്ലാതെ യൂസ് ചെയ്യുന്നതാണ്. അത് കറിക്ക് വേറെയാണ്. ഇത് നമ്മൾ പണ്ടൊക്കെ ഫേസിലിട്ടുണ്ട്. ഇതാണ് ബേണിംഗ് സെൻസേഷൻസ് ഉണ്ടാക്കുന്നത്. കറന്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇത്. പക്ഷെ ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷനൊക്കെ ഇതിലേക്ക് മാറിയിട്ടുണ്ട്. ഞാനും കുറെ റിസർച്ച് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് മാറി ഇതിലേക്ക് ആയത്. ബട്ട് ഇതിനൊരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഒരു ചന്ദനത്തിന്റെ കളറാണ്, നല്ല സ്മെല്ലുമാണ്. ഇതിന് എല്ലാവർക്കും അറിയാം ആസ് യൂഷ്വൽ മഞ്ഞളുടെ സ്മെല്ല് എങ്ങനെയാണെന്നുള്ളത്. സോ എല്ലാവർക്കും നന്നായിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. സോ ഞാൻ ആദ്യം പറയാൻ വരുന്നത് നമ്മുടെ ക്രീം കളർ മഞ്ഞളിനെ കുറിച്ചാണ്. ഇത് വന്നിട്ട് നമ്മുടെ സ്കിൻ ലൈറ്റനിങ് ചെയ്യും, ആക്നീസ് കുറയ്ക്കും, പിന്നെ സ്കാർ, ഡാർക്ക് സർക്കിൾസ് അതെല്ലാം കുറയ്ക്കാനുള്ളതാണ് ഈ മഞ്ഞൾ വന്നിട്ട്. അതേപോലെ തന്നെയായിരുന്നു ഇതിന്റെ ബെനിഫിറ്റ്സ്. സോ എല്ലാവർക്കും എന്റെ ബെനിഫിറ്റ്സ് അറിയാം, സെയിം അത് തന്നെയാണ് അതിലും വരുന്നത്. ബട്ട് കറന്റ്ലി നമ്മൾ എല്ലാരും പറയുന്നത് ഇത് യൂസ് ചെയ്യണം. ഇത് ഈവൻ നമുക്ക് മറ്റേ മഞ്ഞൾ മേടിക്കുന്ന പോലെ തന്നെ ഉണക്കിയത് മേടിക്കാം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ ഇപ്പൊ ആക്ച്വലി ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സോ ഇതിനെ കുറിച്ചായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇത് പറയുമ്പോൾ വൈൽഡ് ടർമറിക് എന്നും പറയും, കസ്തൂരി മഞ്ഞൾ എന്നും പറയും, രണ്ടും പറയും. സോ ഞാൻ ആക്ച്വലി കുറെ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നതും അതിന്റെ എങ്ങനെയാണ് ഗുണങ്ങൾ എന്ന് പറഞ്ഞു കേട്ടിട്ടാണ് ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇത് നമുക്ക് വന്നിട്ട് നമ്മുടെ പിമ്പിൾസ് ഒക്കെ ഇല്ലേ, പിമ്പിൾസ് വന്നു കഴിയുമ്പോൾ ആ പിമ്പിൾസിന്റെ അവിടെ മാത്രം പെരട്ടിയാലും മതി. പെരട്ടി ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയ്ക്ക് പിമ്പിൾ അങ്ങ് കുറയും നമുക്ക്. പിന്നെ എന്നിട്ട് അതിന്റെ പുറത്ത് പിന്നെ നമ്മളത് പെരട്ടി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഡാർക്ക്നെസ്, കളറൊക്കെ, സ്കാറൊക്കെ അങ്ങ് മാറിക്കിട്ടും. സോ ഞാൻ കസ്തൂരി മഞ്ഞളുടെ കൂടെ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് കസ്തൂരി മഞ്ഞള് ഒരു ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ അറിയാലോ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ, അതൊരു ടീസ്പൂൺ. ഞാൻ ഫേസിൽ മാത്രമേ ഇടുന്നുള്ളൂ. സോ ഒരു ടീസ്പൂൺ എടുക്കും. പിന്നെ നമ്മുടെ റെഡ് സാൻഡൽവുഡ്, രക്തചന്ദനം, അത് പൊടിച്ചിട്ടുള്ളത് മേടിക്കുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കല്ലിലിട്ട് ജസ്റ്റ് അരച്ചതിന്റെ ഇത് എടുക്കുകയും ചെയ്യാം. അത് നമുക്ക് ഏത് ചൂസ് ചെയ്യാം. അത് ഇടും. പിന്നെ നമ്മുടെ
സാൻഡൽവുഡ് പൗഡർ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മൂന്നാറിൽ നിന്ന് മേടിച്ചാണ്, മറയൂരിൽ നിന്ന് മേടിച്ചാണ്, അവിടുന്ന് നേരിട്ട് മേടിച്ചാണ്. എക്സ്ട്രാക്ട് ഒക്കെ കഴിഞ്ഞതാണ്. ജസ്റ്റ് എന്നാലും ഫേസിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായി, നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ. അപ്പൊ ഞാൻ അവിടുന്ന് മേടിച്ചാണ് നമ്മുടെ സാൻഡൽവുഡ്, അതായത് ചന്ദനത്തിന്റെ പൊടി. അതും ഒക്കെ കൂടി എടുത്തിട്ട് ഞാൻ കേർഡിലാണ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറ്. ഞാനത് 15 to 20 മിനിറ്റ്സ് വെക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഐബ്രോസിലാകരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഫേഷ്യൽ ഹെയർസ്, ഇപ്പൊ എല്ലാ ഗേൾസിന്, ലേഡീസിനായാലും വുമൻസിനായാലും പോലും നമുക്ക് ഫേസിൽ ഇപ്പം കുറച്ച് രോഗങ്ങൾ ഉണ്ടാവും, ഹെയർസ്. സോ ചിലവരുണ്ടാവുമല്ലോ വാക്സ് ചെയ്യും, എല്ലാം പല രീതിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്തൊക്കെ കഴിയുന്നവരാകുമ്പോൾ ഇത് ഫേസ് പാക്ക് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് നമ്മുടെ രോമം പെട്ടെന്ന് വളരത്തില്ല. അതൊരു എന്താ പറയാ, കുറച്ചാളത്തേക്ക് വളരാതിരിക്കാനുള്ള ഒരു മെത്തേഡാന്ന് പറയാൻ വേണമെങ്കിൽ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. സോ അത് ഐബ്രോസിലും നമ്മുടെ ഐയിലും ഒന്നും വരാതിരിക്കുക. എന്നിട്ട് ഇത് ഇത്രയും കൂടി തൈരും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ 15 to 20 മിനിറ്റ്സ് വെച്ചാൽ മതി. ഒരു ജസ്റ്റ് ഒരു ഡ്രൈനെസ്, ഓവർ ഡ്രൈ ആകരുത്. ഓവർ ഡ്രൈ ആയ നമ്മുടെ സ്കിന്ന് വന്നിട്ട് ചുളിയും. പിന്നെ നമ്മൾ പറയും ഫേസ് പാക്ക് ഇടുമ്പോൾ സംസാരിക്കുക എന്ന് വെച്ചാൽ ചുളിവ് വീഴും പെട്ടെന്ന്, അതുകൊണ്ടാണ്. അപ്പൊ ഇത് ഇത്ര ഇട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ ഒരു വീക്കില് ഒരു 2-3 ടൈം യൂസ് ചെയ്യാറുണ്ട്, 2-3 ഡേയ്സ് യൂസ് ചെയ്യാറുണ്ട്. ഐ മീൻ ഓൾട്ടർ ഡേറ്റ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡെയിലി യൂസും ചെയ്യാം. അപ്പൊ എനിക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്റെ ഹെയർ, ഫേഷ്യൽ ഹെയർ ഒക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട്. അത് പൊഴിയും നമ്മൾ കുറെ നാൾ യൂസ് ചെയ്യും. പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ മഞ്ഞൾ വന്നിട്ട് ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യത്തില്ല, ഹെയർ ഗ്രോത്ത് ഡിലേ ആക്കും. വന്നതാണെങ്കിൽ ലെസ് കട്ടിയില്ലാതെ വരത്തുള്ളൂ. പിന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് തൈര് ഇടുന്നതിന് വരെ നമുക്ക് ഇവിടെ പപ്പായ ഇല്ലേ, പഴുത്ത പപ്പായയെ നമുക്ക് ജസ്റ്റ് ഒരു 2 കഷ്ണമൊക്കെ, അത് നമ്മുടെ യൂസിനനുസരിച്ച് നമുക്ക് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാം എങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അത് എന്തോരം ലിക്വിഡ്, ഒത്തിരി ലിക്വിഡ് ആക്കരുത്, ജസ്റ്റ് ഒരു പേസ്റ്റ് പരുവം. അന്ന് നമുക്ക് അത് ഇതേപോലെ ഫേസിൽ അപ്ലൈ ചെയ്യാം. പപ്പായ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ഐറ്റം ആണ് നമ്മുടെ ഫേസിൽ ഇടാനായിട്ട്. ഫേഷ്യൽ ഹെയർസ് റീഗ്രോത്ത് തടയാനായിട്ട്, നമ്മൾ പൂർണ്ണമായിട്ട് തടയുന്നല്ല, ജസ്റ്റ് ഒരു ഇത്, അത് ഹെവി ഗ്രോത്ത് ഉള്ളത് ലൈറ്റ് ആയി തുടങ്ങും. നമ്മളത് യൂസ് ചെയ്യുന്നതനുസരിച്ച് എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്കെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 months എങ്കിലും മിനിമം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഡെഫിനറ്റ്ലി അത് കുറഞ്ഞു കിട്ടും. നമുക്ക് ഫേഷ്യലി യൂസ് ചെയ്യുന്നതെല്ലാം നമുക്ക് കയ്യിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. കയ്യിലുണ്ടാവില്ല ചിലപ്പോൾ ഭയങ്കര ഹെയർലി ആയിട്ടൊക്കെ, അങ്ങനെയും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ബട്ട് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആക്കണം. അതിന്റെ ഒരു ഫേസ് വാഷ്, ലൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഫേസ് വാഷ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് വേണം ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ. ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് പപ്പായ വേണമെങ്കിൽ കേടിന് വരെ യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ല. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹെയർ ഗ്രോത്തും ഭയങ്കര കട്ടിപ്പുള്ളവർക്കൊക്കെ പപ്പായ ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം പപ്പായക്കകത്തുള്ള എൻസൈംസ് എന്തുവാ, നമ്മുടെ ഫോളിക്കിൾ ഉണ്ടല്ലോ, ഹെയർ ഫോളിക്കിൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതായത് റീഗ്രോത്തിനുള്ള ചാൻസ് കുറച്ചും കൂടി ഡിലേ ആക്കും. പിന്നെ അതിന്റെ തിക്നെസ് ലൈറ്റൻ ചെയ്യുന്നതാണ് മെയിനായിട്ട് പപ്പായയിലുള്ള കണ്ടന്റ്. അതാണ് ഞാൻ പപ്പായ ഇതിലൊരു കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കൂടുതൽ പിമ്പിൾസ് ഒക്കെ വരുന്നവർക്ക് ചിലപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഇടുമ്പോൾ അതിന്റെ ഒരു പ്രശ്നങ്ങൾ വരും. സോ എല്ലാ കണ്ടന്റും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് വേറെ രീതി യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് കേർഡ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഫേഷ്യൽ പാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞാൽ മിൽക്ക് യൂസ് ചെയ്യാം, റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഈ ഓയിലി സ്കിന്നുകാര് ആരും തന്നെ ഈ ഓയിലി ആയിട്ടുള്ള, അതായത് നമ്മുടെ മിൽക്കും പിന്നെ നമ്മുടെ കേറും യൂസ് ചെയ്യാതിരിക്കുക. അതിന് മാക്സിമം ഒന്നിന് പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന റോസ് വാട്ടർ ആണ്. അതാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും, നോ പ്രോബ്ലം. അത് വേണേൽ നമുക്ക് ഫേസിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് പല രീതിയിലും ഫേസ് പാക്സ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈവൻ സ്കിൻ ടോൺ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നെക്കിലും ഇടാനായിട്ടാണ്. അതിൽ ഡിഫറെന്റ് ആയി പോകും നെക്കിന്റെ ഒരു കളറും പിന്നെ ഫേസിന്റെ ഒരു കളറും തമ്മില്. സോ അതെല്ലാവർക്കും അറിയാം, എല്ലാവരും മേക്കപ്പ് ഇടുമ്പോൾ എല്ലാം ഈക്വലൈസ് ചെയ്തിട്ടാണ് ഇടാറ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു,
നമ്മൾ എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്താലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. ബിക്കോസ് ചിലവർക്ക് ഈ മഞ്ഞൾ, അതിപ്പോ യെല്ലോ ആയാലും ക്രീം കളർ ആയാലും ചിലപ്പോൾ അലർജറ്റിക് ആയിരിക്കും. സോ അത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ നമുക്ക് ഓപ്ഷനിലാണ് ഈ സാൻഡൽവുഡ് വന്നിട്ട്, ഞാൻ പക്ഷെ അത് 1 ടീസ്പൂൺ ഒന്നും ഇടത്തില്ല. ഞാൻ പറയാൻ പറഞ്ഞത് ഇതൊന്നും ഞാൻ 1 ടീസ്പൂൺ ഇടില്ല, ജസ്റ്റ് ഒരു പിഞ്ച് ഇടത്തുള്ളൂ. നമ്മളിപ്പോൾ ഉപ്പിടത്തില്ലേ എന്ന് പറയുന്നത് അതുപോലെ ഒരു പിഞ്ച് ഇടുന്നുള്ളേ. നമ്മൾ കൂടുതൽ ഇടുന്നതനുസരിച്ച് 1-2 പിഞ്ച് കൂട്ടാം, അത്രേ ഉള്ളൂ. ബാക്കി നമ്മുടെ റെഡ് സാൻഡൽവുഡും ടേമറിക്കും നമുക്ക് 1 ടീസ്പൂൺ വീതം ഇടാം. അത് നമ്മുടെ ഫേസിന്റെ ഇതനുസരിച്ച്, നമുക്ക് കട്ടി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കോൾഡ് വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്തതിനു ശേഷം നമുക്ക് ജസ്റ്റ് പാറ്റ് ഡ്രൈ, അതിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ക്രീംസ് എന്തെങ്കിലും തേക്കാം. മോയ്സ്ചറൈസർ നമുക്ക് തേക്കാം, ചിലർക്ക് ഡ്രൈ ആവും. സോ അങ്ങനെയുള്ളവർക്ക് മോയ്സ്ചറൈസിന്റെ ക്രീംസ് ഒക്കെ തേക്കാവുന്നതാണ് ഫേസില്. പിന്നെ ഞാൻ ഇത് മേടിച്ചതിന്റെ ലിങ്ക് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. പിന്നെ ഇത് ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മറയൂരിൽ നിന്ന് മേടിച്ചത്. സോ അത് നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. മറയൂരിൽ എവിടെ നിന്നാണ്, സാൻഡൽവുഡ് ഫാക്ടറിയിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അത് ഞാൻ ഇട്ടേക്കാം ഡീറ്റെയിൽസ്. ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത്. പിന്നെ രാത്രി ഈ പറഞ്ഞ നമുക്ക് ഓൺലൈനിലും അതും ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് മേടിക്കാം. ഞാൻ രാത്രിയുടെ നേരിട്ടാണ് മേടിച്ചത്. സോ എന്റെ സ്കിൻ കെയർ റൂട്ടീൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, comment and subscribe. So see you in next video. Bye.